ഓം ശാന്തി. സമൂഹത്തിലെ സാമ്പത്തിക അവസ്ഥ നോക്കിയാൽ 3 തട്ടിലാണ് സാധാരണ നമ്മുടെ ജനങ്ങളെ പറയാറ്. ഒന്ന് ലോവർ ക്ലാസ്, അന്ന് രാവിലെ പണിയെടുത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് ആഹാരത്തിൻ്റെ വകുപ്പുണ്ടാക്കുന്ന ആളുകൾ. മറ്റൊന്ന് മിഡിൽ ക്ലാസ്, അവർ ഒരു മാസത്തെ കൃത്യമായിട്ടുള്ള വരുമാനം എത്രയാവുന്നൊക്കെ അവർക്ക് ഉറപ്പുണ്ടായിരിക്കും. ആ വരുമാനവും അതുപോലെ തന്നെ അവരുടെ ചിലവും ഏതാണ്ടൊക്കെ ഒന്ന് സമാനമാക്കി കൊണ്ടുപോകുന്ന ആളുകൾ. പിന്നെ വേറൊരു കൂട്ടർ ഇഷ്ടം പോലെ പൈസ സമ്പാദിച്ചുകൊണ്ട് സാമ്പത്തിക ഭദ്രതയോടുകൂടെ മുന്നേറുന്ന 3ാമത്തെ വിഭാഗം. ഈ 3 വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 ടൈപ്പ് ആളുകൾ? കുറേ ആൾക്കാരെ നമുക്ക് കാണാം, ഇന്നലെ ലോവർ ക്ലാസ്സിലായിരുന്ന ആളുകൾ ഇന്ന് അവർ മിഡിൽ ക്ലാസ് വരെയൊക്കെ പരിശ്രമിച്ച് നേടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ മിഡിൽ ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പർ ക്ലാസ്സിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് അവർക്ക് ഭയങ്കര പ്രയാസമായി തോന്നാറുണ്ട്. ഇത് പറയുമ്പോൾ ഞാനൊരു കഥ ഓർത്ത് പോവുകയാണ്. ഒരിക്കൽ ഒരു ക്യാൻസർ വന്നൊരാൾ, അയാൾ മരിക്കുകയുള്ളൂ, ഇനി 6 മാസ കാലഘട്ടം മാത്രമേ നിങ്ങൾക്ക് ആയുസ്സുള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതി. ആ സമയത്തായിരുന്നു ആ രാജ്യത്തിൽ ഒരു യുദ്ധം വന്നത്. രാജാവിൻ്റെ ആഹ്വാനം വന്നു, കഴിയുന്ന യോദ്ധാക്കൾ എല്ലാവരും തന്നെ സൈന്യത്തിൽ ചേരണം, വലിയൊരു സൈന്യമാണ് നമ്മൾ എതിരാൻ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ യാതൊരു സംശയവും കൂടാതെ പട്ടാളത്തിൽ പോയി ചേർന്നു. യുദ്ധം ചെയ്തപ്പോൾ അയാളെപ്പോലെ യുദ്ധം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ലായിരുന്നു. മുന്നിൽ നിൽക്കുന്ന ഓരോ ശത്രുവിനും തകർത്തുകൊണ്ട് അയാൾ മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. ആ സമയത്ത് അയാളുടെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടാളത്തിലെ ഏതൊരു പട്ടാളക്കാരനേക്കാൾ ഏറ്റവും നല്ലൊരു സേവനമായിരുന്നു അയാൾ കാഴ്ചവെച്ചത്. അപ്പോൾ രാജാവ് അയാളെ അനുമോദിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് വെച്ചു. ആ ചടങ്ങിൽ അയാൾ അനുമോദിക്കുമ്പോൾ അയാളുടെ മറുപടി പ്രസംഗത്തിൽ അയാൾ പറയുകയാണ്, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ഇവർക്കൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ പേടിയുണ്ട് ഞങ്ങൾ മരിച്ചാലോ എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചു കഴിഞ്ഞു, 6 മാസമേ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ മരിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ യുദ്ധം ചെയ്തത്. വന്ന ശത്രു എന്നെ കൊന്നിട്ട് മരിച്ചാലും അല്ലെങ്കിലും ഞാൻ മരിക്കും, അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ പ്രയാസം, അതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ടായിരുന്നു ഞാൻ യുദ്ധം ചെയ്തത് എന്ന്. അപ്പോൾ രാജാവ് നിശ്ചയിക്കുകയാണ്, ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഇയാൾക്ക് എന്തായാലും മരണം സംഭവിക്കരുത്. അങ്ങനെ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല വൈദ്യന്മാരെ വരുത്തി അയാൾക്ക് ചികിത്സ കൊടുത്തു. അങ്ങനെ അയാളെ ക്യാൻസർ രോഗം മാറി അയാൾ മരണം വിധിച്ചു എന്ന് പറഞ്ഞ ഒരാൾ അയാൾ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന ശേഷം വീണ്ടും ആ രാജ്യത്തൊരു യുദ്ധം ഉണ്ടാവുകയാണ്. വീണ്ടും രാജാവ് അയാളെ ഓർമ്മിച്ചു, നിങ്ങൾ വരണം, തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനം ഒരിക്കൽ കൂടി രാജ്യത്തിന് ആവശ്യമായി വന്നിരിക്കുന്നു. അയാൾ യുദ്ധത്തിൽ പോവാനോ മുന്നണിയിൽ യുദ്ധം ചേരാനോ തയ്യാറായില്ല. എന്താ കാരണം? ഇന്നലെ അയാൾക്ക് മരിച്ചു എന്നുറപ്പായിരുന്നു, അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് ഏറ്റവും മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്യാനായി തയ്യാറായി. ഇന്ന് അയാൾ ജീവിക്കുന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട് അയാൾ മുന്നണിയിലേക്ക് പോകാൻ തയ്യാറല്ല. ഇത് തന്നെയാണ് മിഡിൽ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത്. മിഡിൽ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞോട് കൂടിയിട്ട് മീൻസ് എനിക്ക് അത്യാവശ്യം ജീവിച്ചു പോവാം, സുരക്ഷിതമായിട്ട് വലിയ കുഴപ്പമില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്നവർ മാത്രമാണ് ഹൈറ്റ്സിലേക്ക് പോവാറ്. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എന്നതിനെയാണ് പേര് വയ്ക്കുന്നത്. എനിക്ക് ഇത്ര സമയം വരെ, 1 വർഷം വരെയൊക്കെ എൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം തട്ടിക്കൊണ്ട് പോവാം എന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ തുറന്നു പോവാതെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പുതിയ ഒരു റിസ്കിലേക്ക് കാലെടുത്ത് വെക്കുന്നവർക്കേ ഹൈറ്റ്സിൽ പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ലോവർ ക്ലാസ്സിന് വേണമെങ്കിൽ ഹൈ ക്ലാസ്സിലേക്ക് എത്തും, ലോവറിന് മിഡിൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നേറാൻ എല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞ ഉദ്ദേശം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള സാമ്പത്തിക ഭദ്രത നേടണമെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സൗണ്ട് ആവണമെന്നുണ്ടെങ്കിൽ, അത്രയും ഉയർന്ന രീതിയിലുള്ളതായിട്ടുള്ള ഒരു സാമ്പത്തിക നിലവാരം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ, പറയുന്ന കുറച്ചുള്ള ഹയർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയുടെ കാര്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവണം, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. കാൽക്കുലേറ്റഡ് റിസ്ക് ആയിക്കോട്ടെ, എന്നാലും റിസ്ക് എടുത്താലേ ഹൈറ്റ്സിലേക്ക് പോകൂ. മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഹയർ ക്ലാസ്സിലേക്ക് പോകാനുള്ളതായിട്ടുള്ള ഫോർമുല ഒന്ന് മാത്രം, കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് പുറത്തിറങ്ങുക. കൂട്ടിൽ നിന്ന് അമ്മ പക്ഷി തള്ളിയിടുമ്പോഴാണ് ചിറകടിക്കുന്നതും പറക്കാൻ പഠിക്കുന്നതും. അതുപോലെ സ്വയം കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുക, തന്നെത്താൻ പറക്കാൻ പഠിക്കും, ഹൈറ്റ്സിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ. ഓം ശാന്തി.